നമസ്കാരം അമൃതാത്മാക്കളെ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സാംഖ്യയോഗത്തിലെ 71-ാം ശ്ലോക വിശദീകരണവുമായി ബന്ധപ്പെടുത്തി മനീഷാ പഞ്ചകത്തിലെ ആദ്യ 2 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ ബ്രഹ്മസ്വരൂപവും പ്രപഞ്ചസ്വരൂപവും വ്യക്തമായി ചർച്ച ചെയ്തു. ബ്രഹ്മസ്വരൂപത്തിൽ ബുദ്ധിയുറച്ചവനാരായാലും സ്ഥിതപ്രജ്ഞത നേടിയതാരായാലും അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠ നേടിയതാരായാലും അങ്ങനെയുള്ളയാൾ ഗുരു തന്നെയാണെന്ന് പ്രഖ്യാപിച്ചു. ഇത്ര വിശിഷ്ടമായ ബ്രഹ്മാനുഭൂതി, അതായത് സ്ഥിതപ്രജ്ഞത നേടാനുള്ള ഉപായവും അതിൻ്റെ അനുഭൂതി സ്വരൂപവുമാണ് 3-ാമത്തെ ശ്ലോകത്തിലൂടെ വിവരിക്കാൻ പോകുന്നത്. സത്യാനുഭൂതി കൊതിക്കുന്ന ഒരാൾ വിശ്വത്തിൻ്റെ നശ്വരത മനസ്സിലാക്കി ലോകഭോഗങ്ങളിൽ വിരക്തനായി തീരുകയാണ് ആദ്യമായി വേണ്ടത്. നിത്യാനിത്യ വിവേകം, അതിലൂടെ വൈരാഗ്യം. ഈ പ്രപഞ്ചം നശ്വരമാണ്, ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കി അതിലുള്ള സുഖഭോഗങ്ങളിലുള്ള താല്പര്യം കുറച്ചുകൊണ്ട് അതിൽ വൈരാഗ്യം ജനിപ്പിക്കുക, ഇതാണ് ആദ്യമായി വേണ്ടുന്നത്. പ്രപഞ്ചം സത്യവും സുഖകരവുമാണെന്ന് കരുതുന്നയാൾക്ക് പിന്നെ മറ്റൊരു സത്യത്തെ അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ. അത് മതി എന്നുള്ളവർക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. അതല്ല, വാസ്തവത്തിൽ സത്യം എന്ത്, പരമമായ സത്യം എന്ത് എന്നന്വേഷിക്കുന്ന ഒരു സത്യാന്വേഷിയുടെ കാര്യമാണ് പറയുന്നത്. വൈരാഗ്യത്തിൽ ആരംഭിക്കുന്ന സത്യാന്വേഷണം വൈരാഗ്യത്തിൻ്റെ തീക്ഷ്ണതയനുസരിച്ച് വളർന്ന് ശക്തിപ്പെടുന്നു. താൻ തൽക്കാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകവും ഇനി കർമ്മം കൊണ്ട് നേടിയെടുക്കാവുന്ന സ്വർഗാദി വിശിഷ്ട ലോകങ്ങളൊക്കെ വേറെയുണ്ടെങ്കിൽ അവയുമൊക്കെ വ്യക്തമായും നശ്വരമാണ് എന്നറിയണം. ബ്രഹ്മം മാത്രം സത്യം, ജഗത് മിഥ്യ എന്ന് ഉറച്ച ബുദ്ധിയുണ്ടാവണം. പ്രപഞ്ചദൃശ്യങ്ങളുടെ ഈ സർവതോമുഖമായ നശ്വരത ഒരു സാമാന്യ ബുദ്ധിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? സാമാന്യ യുക്തി കൊണ്ടത് മനസ്സിലാക്കാൻ സാധിക്കാത്തപ്പോഴാണ് നമ്മൾ ഗുരുപദേശം തേടുന്നത്. ഗുരുപദേശം പൂർണ്ണമായി വിശ്വസിക്കണം. ഗുരുവിൽ പരിപൂർണമായ ശ്രദ്ധ വേണം. ശ്രദ്ധയെന്ന് പറഞ്ഞാൽ ഗുരുവാക്യങ്ങളിലുള്ള വിശ്വാസം, പരിപൂർണമായിട്ടുള്ള വിശ്വാസം, അതാണ് ശ്രദ്ധ. എന്ത് പഠനം നടത്തുമ്പോഴും ശ്രദ്ധ വേണം എന്ന് പറയുന്നത് ആ ഗുരുവാക്യങ്ങളിൽ അല്ലെങ്കിൽ വേദാന്ത ശാസ്ത്ര വചനങ്ങളിലുള്ള ശ്രദ്ധയാണ്. ആ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ഒരു സാധകന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധ മാത്രം മതിയോ? ശ്രദ്ധ മാത്രം പോരാ, ഗുരുഭക്തിയും കൂടി വേണം. എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം ഗുരുഭക്തിയാണെന്നും ധരിക്കുക. ഗുരുഭക്തി കൊണ്ട് എല്ലാം എളുപ്പം ജയിക്കാൻ കഴിയും. പ്രപഞ്ചത്തിൻ്റെ സർവതോമുഖമായ നശ്വരത മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് ഗുരുപദേശത്തിലൂടെ അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തെ സാക്ഷാത്കരിച്ച് സ്വസ്വരൂപമായി അനുഭവിച്ചിട്ടുള്ള ഗുരുക്കന്മാർ അല്ലെങ്കിൽ ആത്മനിഷ്ഠന്മാർ സർവപ്രപഞ്ചവും മരുമരീചിക പോലെ അവിദ്യാകൽപിതങ്ങളായ മിഥ്യാപ്രതിഭാസങ്ങളാണെന്ന് സംശയലേശമന്യേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതവർ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അവർ മനസ്സിലാക്കിയ കാര്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആത്മാനുഭൂതിയിൽ ബുദ്ധി ഉറയ്ക്കും തോറും ഒരാൾക്ക് അത് സ്വയം വെളിപ്പെടുകയും ചെയ്യും. ഭാഗവതം 11 സ്കന്ധത്തിൽ സത്യജിജ്ഞാസുവായ ഉദ്ധവർക്ക് ഭഗവാൻ ഇതേ മട്ടിൽ പ്രപഞ്ച വൈരാഗ്യവും നിസ്സംഗത്വവും ഉപദേശിക്കുന്നുണ്ട്. ഭഗവാന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഒരാൾക്ക് തൻ്റെ ചുറ്റുപാടും കാണപ്പെടുന്നതൊക്കെ നിരന്തരം ജനിച്ചു മരിക്കുന്നത് നേരിട്ട് കണ്ട് പ്രപഞ്ചത്തിൻ്റെ നശ്വരത മനസ്സിലാക്കാം. ബുദ്ധിയുള്ളവന് കർമ്മജന്യമായി എന്ത് രൂപപരിണാമം എവിടെ ഉണ്ടായാലും അതൊക്കെ ക്ഷണികമാണെന്ന് ഊഹിച്ചറിയാനും കഴിയും. ഇത് രണ്ടും കഴിയാത്തവർ ശ്രുതിവാക്യങ്ങളിൽ കൂടി സത്യദർശികളുടെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അരുളപ്പാടുകളിൽ വിശ്വസിച്ച് പ്രപഞ്ചം മിഥ്യയാണെന്ന് ധരിക്കണം. ഇതൊന്നുമില്ലെങ്കിൽ അവനവനിൽ തന്നെ
ആത്മാനാത്മവിവേചനം, ആത്മാവേത് അനാത്മാവേത് എന്നുള്ള തിരിച്ചറിയൽ, നിത്യാനിത്യ വസ്തു വിവേകം, അത് ചെയ്ത് ആത്മാവല്ലാത്തതൊക്കെ അസത്യമാണെന്നറിയണം. നേതി പ്രക്രിയ. ഇതുപോലെ ഏത് വിധമായാലും ആദിയും അന്തവുമുള്ളതെല്ലാം വാസ്തവത്തിൽ ഇല്ലാത്തവയാണെന്ന് ധരിക്കാൻ ഒരു പ്രയാസവുമില്ല. ഇത് ഉറപ്പായി ബോധ്യപ്പെട്ടാൽ പിന്നെ ഒന്നേ ചെയ്യാനുള്ളൂ, അന്നന്ന് വന്നു ചേരുന്ന ലോകകാര്യങ്ങൾ തികച്ചും നിസ്സംഗനായി നിറവേറ്റുക. ഈ കർമ്മപരിപാടിയാണ് മനീഷാ പഞ്ചകം 3-ാം ശ്ലോകത്തിലൂടെ ആചാര്യ ഭഗവത്പാദർ നിർദ്ദേശിക്കുന്നത്. മനീഷാ പഞ്ചകത്തിലെ 3-ാം ശ്ലോകം: ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരോഃ നിത്യം ബ്രഹ്മ നിരന്തരം വിമൃശത നിർവ്യാജശാന്താത്മനാ ഭൂതം ഭാവി ച ദുഷ്കൃതം പ്രദഹത സംവിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സ്വവപുരിത്യേഷാ മനീഷാ മമ. അന്വയവും അർത്ഥവും നോക്കാം. ഗുരോഹോ വാച, ഗുരുവചനം ശ്രവിച്ച്, അഖിലം വിശ്വം, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും, ശശ്വത് നശ്വരമേവ, അതാണ് ശശ്വൻ നശ്വരമേവ എന്ന ഈ ശ്ലോകത്തിൽ ആദ്യത്തെ വരി തുടങ്ങുന്നത് തന്നെ ശശ്വൻ നശ്വരമേവ എന്ന് പറഞ്ഞിട്ടാണ്. അതിലെ പദങ്ങളാണ് ശശ്വത് നശ്വരമേവ. സദാ നശിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാകുന്നു. ശശ്വത് നശ്വരമേവ, സദാ നശിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാകുന്നു. നിശ്ചിത്യ എന്ന് തീരുമാനിച്ചിട്ട് നിർവ്യാജ ശാന്താത്മന, കളങ്കമറ്റ ശാന്ത മനസ്സോടുകൂടി, നിർവ്യാജ ശാന്താത്മന, ശാന്തമായ മനസ്സോടുകൂടി. എങ്ങനെയുള്ള ശാന്ത മനസ്സ്? നിഷ്കളങ്കമായത്, കളങ്കമറ്റ ശാന്ത മനസ്സോടുകൂടി നിത്യം നിരന്തരം, നിത്യവും നിരന്തരവുമായ ബ്രഹ്മ വിമർശത, നിത്യവും നിരന്തരവുമായ ബ്രഹ്മ വിമർശത, ബ്രഹ്മവസ്തുവിനെ വിചാരം ചെയ്തറിയുന്നയാൾ സംവിന്മയേ പാവകേ, സത്യബോധമാകുന്ന പാവകേ ജ്ഞാനാഗ്നിയാൽ ഭൂതം ഭാവി ച ദുഷ്കൃതം, ഭൂതം സഞ്ചിതം, ഭാവി ആഗാമി, ദുഷ്കൃതം കർമ്മസഞ്ചയം, ഭൂതം ഭാവി ച ദുഷ്കൃതം, സഞ്ചിതവും ആഗാമിയുമായിട്ടുള്ള ദുഷ്കൃത സഞ്ചയത്തെ പ്രദഹത ദഹിപ്പിച്ചുകൊണ്ട് സ്വവപുഹു സ്വന്തം ശരീരം പ്രാരബ്ധായ സമർപ്പിതം, പ്രാരബ്ധാനുഭവത്തിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതി ഏഷാ, ഇക്കാര്യം മമ മനീഷ, എൻ്റെ ഉറച്ച തീരുമാനമാണ്. ശ്ലോകാർത്ഥം: ഗുരുപദേശം വഴി ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ സദാ നശ്വരം തന്നെയാണെന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ട് നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി ശാശ്വതവും ഇടതെങ്ങി നിൽക്കുന്നതുമായ ബ്രഹ്മവസ്തുവിനെ വിചാരം ചെയ്തറിയുന്നയാൾ ജ്ഞാനാഗ്നിയിൽ സഞ്ചിതവും ആഗാമിയുമായിട്ടുള്ള കർമ്മസഞ്ചയത്തെ എരിച്ചു കളഞ്ഞിട്ട് സ്വശരീരത്തെ പ്രാരബ്ധാനുഭവത്തിനായി വിട്ടുകൊടുക്കുന്നു. ഇത് എൻ്റെ ഉറച്ച തീരുമാനമാണ്. കാണപ്പെടുന്ന പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം നിശ്ചയമായും നശ്വരമാണ്. ഗുരുപദേശത്തിൽ നിന്ന് ഇത് വ്യക്തമായിട്ട് ധരിക്കണം. ശ്രീ ഗൗഡപാദാചാര്യർ മാണ്ഡൂക്യകാരികയിൽ പറയുന്നത് ഇപ്രകാരമാണ്: സ്വപ്നമായേ യഥാ ദൃഷ്ടേ ഗന്ധർവ നഗരം യഥാ തഥാ വിശ്വമിതം ദൃഷ്ടം വേദാന്തേഷു വിചക്ഷണൈഹി. ഈ വിശ്വം വെറുമൊരു സ്വപ്നം പോലെയോ ഇന്ദ്രജാലം പോലെയോ ആണ്. ശൂന്യാകാശത്തിലുണ്ടെന്ന് തോന്നുന്ന ഒരു ഗന്ധർവ നഗരം. പരമകാരണ സത്യം അന്വേഷിച്ച് കണ്ടെത്തിയ വേദാന്തികൾക്ക് അല്ലെങ്കിൽ ഗുരുവര്യന്മാർക്ക് ഇക്കാര്യം നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഈ സ്വപ്നദൃശ്യങ്ങളിൽ എൻ്റേതെന്ന സംഘം ഉറപ്പിക്കുന്നവർക്ക് ദുഃഖിക്കുകയല്ലാതെ വേറെ ഗതിയില്ല.
ഗുരോഹോ വാച അഖിലം വിശ്വം ശശ്വത് നശ്വരമേവ. ഗുരുവചനം ശ്രവിച്ച് അഖിലം വിശ്വം, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ശശ്വത് നശ്വരമേവ, സദാ നശിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാകുന്നു എന്ന് തീരുമാനിക്കണം. നിശ്ചിത്യ, അങ്ങനെ തീരുമാനിച്ചിട്ട് നിർവ്യാജ ശാന്താത്മന നിത്യം നിരന്തരം ബ്രഹ്മവിമർശത. നിർവ്യാജ ശാന്താത്മന നിത്യം നിരന്തരം ബ്രഹ്മവിമർശത. കളങ്കമറ്റ ശാന്ത മനസ്സോടുകൂടി നിത്യവും ഇടതങ്ങി നിൽക്കുന്നതുമായ ബ്രഹ്മത്തെ, ബ്രഹ്മസത്തയെ വിചാരം ചെയ്തറിയണം. നിരന്തരം നിത്യം ബ്രഹ്മസത്തയെ വിചാരം ചെയ്യണം. ശമദമാദികൾ കൊണ്ട്, ഇന്ദ്രിയ നിഗ്രഹം കൊണ്ടും മനോനിയന്ത്രണം കൊണ്ടും ചിത്തത്തെ നിഷ്കളങ്കമാക്കി ശാന്ത തലത്തിലെത്തിക്കണം. ഇത്രയുമായാൽ ഉള്ളിൽ ജ്ഞാനാഗ്നി ജ്വലിച്ചുയരും. ആ ജ്ഞാനാഗ്നിയിൽപ്പെട്ട് സഞ്ചിതവും ആഗാമിയുമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ദഹിച്ച് ചാമ്പലാകും. ശരീരത്തെ പ്രാരബ്ധകർമ്മം അനുഭവിക്കാനായി നിസ്സങ്കോചം നിയോഗിക്കുകയും ചെയ്യാം. എനിക്ക് നിസ്സംശയമായും ബോധ്യപ്പെട്ടിട്ടുള്ള വസ്തുതകളാണ് ഇവയൊക്കെ എന്നാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. പ്രപഞ്ചം നശ്വരമാണെന്ന് അടിക്കടി ബോധ്യപ്പെടുന്നതോടെ പിന്നെ ഉണ്ടാകുന്ന ഒരേ ഒരു ചിന്ത, ശാശ്വതമായി ഇവിടെ വല്ലതുമുണ്ടോ എന്നുള്ളതാണ്. ശാശ്വതമായ ഒരു പരമകാരണത്തിലല്ലാതെ അശാശ്വതമായ ഒന്നും പ്രതിഭാസിക്കാൻ പറ്റുകയില്ല. ഇത് നിയമമാണ്. അല്പമൊരു വിശകലന ശക്തി ഉണ്ടെങ്കിൽ ഈ നിയമം ആർക്കും മനസ്സിലാക്കാവുന്നതുമാണ്. ശാശ്വതമായ ഒരു സത്യം നൈമിഷികങ്ങളായ പ്രതിഭാസങ്ങൾക്ക് അധിഷ്ഠാനമായി ഉണ്ടെന്നുള്ള വസ്തുത ഒന്ന് മാത്രമാണ് ഈ ജീവിതത്തെ അർത്ഥവത്താക്കി തീർക്കുന്നത്. ഏതോ ഒരു പരമമായ കാരണമുണ്ട്, ആ പരമമായ സത്യമുണ്ട്, ആ സത്യത്തിന് പിന്നിലാണിതെല്ലാം. അങ്ങനല്ലെന്ന് വന്നാൽ സൗരയൂഥ ഘടകങ്ങളിൽപ്പെട്ട എല്ലാ ജീവിതങ്ങളും അവസാനത്തിൽ തികച്ചും ഉപയോഗശൂന്യങ്ങളെന്ന് തീരുമാനിക്കേണ്ടി വരും. ഒരു സത്യജിജ്ഞാസു താൻ ഉൾപ്പെട്ട സകലതിൻ്റെയും നശ്വരത മനസ്സിലാക്കി ഇടവിടാതെ ശാശ്വത സത്യത്തെ അനുസന്ധാനം ചെയ്യേണ്ടതാണ്. ഭാഗ്യവശാൽ ഭാരതീയരായ ഋഷീശ്വരന്മാർ ആ സത്യസ്വരൂപനെ നേരിട്ട് കണ്ട് അനുഭവിച്ചുകൊണ്ട് ആ അനുഭവത്തിൻ്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നിത്യമായ ബ്രഹ്മസത്ത സച്ചിദാനന്ദങ്ങളുടെ ഘനീഭൂത രൂപമാണ്. അദ്വയമായ ആ അനുഭൂതിയിൽ സർവപ്രപഞ്ചവും അതായി തന്നെ തീരുന്നു. ബ്രഹ്മസത്തയുടെ അന്വേഷണം ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്കും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, മരണത്തിൽ നിന്ന് അമൃതത്വത്തിലേക്കുമുള്ള പ്രയാണമാണ്. സത്യാന്വേഷണത്തിന് ശക്തി കൂടിയാൽ ചിത്തം വിഷയവാസനകൾ അകന്ന് നിർമ്മലമായി തീരും. ചിത്തം ഇങ്ങനെ ഉപശമിക്കുന്നതോടെ സത്യാനുഭൂതിക്ക് ശക്തിയും കൂടും. ചിത്തത്തിൽ ഉളവാകുന്ന വിഷയോപശമം, വിഷയങ്ങളുടെ ഇല്ലാതാവൽ, അതുമാത്രമാണ് സത്യദർശനത്തിനുള്ള ഉപായം. നമ്മൾ 2-ാം അധ്യായത്തിൽ തന്നെ 64ഉം 65ഉം ശ്ലോകങ്ങളിൽ പഠിച്ചു. രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യൈർ വിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗവും ദേഷവും ഇല്ലാത്തവയും തൻ്റെ നിയന്ത്രണത്തിലാക്കിയവനും ആയ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയസുഖങ്ങൾ അനുഭവിക്കുന്ന മനസ്സിനെ ഒതുക്കിയവനുമാകട്ടെ പ്രസാദത്തെ പ്രാപിക്കുന്നു. അങ്ങനെ പ്രസാദം നേടിയാൽ പ്രസാദേ സർവ്വദുഃഖാനാം ഹാനിരസ്യോപജായത്തെ. അങ്ങനെ പ്രസാദം നേടിയാൾക്ക് സർവ്വദുഃഖങ്ങളിൽ നിന്നും മോചനം സംഭവിക്കുന്നു. പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. പ്രസന്നചിത്തനായവൻ്റെ ചിത്തത്തിൽ വിഷയങ്ങൾ ഉപശമിച്ചവൻ, അതാണ് പ്രസന്നചിത്തൻ. അങ്ങനെയുള്ളവൻ്റെ ബുദ്ധി വേഗത്തിൽ സ്ഥിരത നേടുന്നു. ഉപാസനകളും നാമജപങ്ങളും ആരാധനകളും ധ്യാനമനനങ്ങളുമൊക്കെ വിഷയോപശമം നേടാനുള്ള ഉപായങ്ങൾ മാത്രമാണ്. നമ്മുടെ ഉള്ളിലുള്ള കളങ്കങ്ങൾ അകന്നാൽ സ്വതസിദ്ധമായ ആത്മസ്വരൂപം സ്വയം പ്രകാശിക്കും. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നിർവ്യാജ ശാന്താത്മാവായി നിരന്തര ബ്രഹ്മാനുസന്ധാനത്തിൽ ഏർപ്പെടണമെന്ന് ആചാര്യൻ ഈ ശ്ലോകത്തിലൂടെ ആവശ്യപ്പെടുന്നത്. നിത്യം ബ്രഹ്മ നിരന്തരം വിമർശത നിർവ്യാജ ശാന്താത്മന. നിർവ്യാജ ശാന്താത്മന, കളങ്കമറ്റ ശാന്ത മനസ്സോടുകൂടി നിത്യം നിരന്തരം ബ്രഹ്മ വിമർശത, നിത്യവും ഇടതങ്ങി നിൽക്കുന്നതുമായ ബ്രഹ്മത്തെ, ബ്രഹ്മവസ്തുവിനെ വിചാരം ചെയ്തറിയണം. ബ്രഹ്മാനുസന്ധാനത്തിൽ ഏർപ്പെടണം എന്നാണ് അർത്ഥം. ഈ ബ്രഹ്മാനുസന്ധാനത്തിൽ ഏർപ്പെടുന്നതാണ് അദ്വൈതാഭ്യാസം. അദ്വൈതാഭ്യാസം കൊണ്ട് മാത്രമേ പൂർണ്ണമായും ആത്മാവ് തെളിഞ്ഞു കിട്ടൂ. ഭക്തിയുടെ തന്നെ പരമാചാര്യനായ നാരദ മഹർഷി
ഭാഗവതം 7-ാം സ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്ത് ധർമ്മപുത്രരോട് 3 വിധം അദ്വൈതം പരിശീലിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം, ഇവയാണ് 3 വിധം അദ്വൈതാഭ്യാസങ്ങൾ. പ്രപഞ്ചത്തിൻ്റെ കാരണം അഖണ്ഡബോധസ്വരൂപനായ പരമാത്മാവാണ്. പരമമായ കാരണം പരമാത്മാവാണ്. കാരണത്തിൽ നിന്നും ഉണ്ടായ കാര്യങ്ങൾ അതിൽ നിന്നും ഭിന്നങ്ങളാകാൻ പറ്റുകയില്ല. സ്വർണവും സ്വർണ്ണാഭരണങ്ങളും, സ്വർണമാണ് കാരണം, സ്വർണ്ണാഭരണങ്ങൾ കാര്യം. കാര്യങ്ങളാകുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒരിക്കലും കാരണമാകുന്ന സ്വർണത്തിൽ നിന്നും ഭിന്നമാവാൻ ഒരിക്കലും സാധിക്കുകയില്ല. സ്വർണ്ണാഭരണത്തിൽ രൂപം കൊള്ളുന്ന സ്വർണ്ണാഭരണങ്ങൾ സ്വർണം തന്നെയാണ്. അതുകൊണ്ട് കാരണത്തിലില്ലാത്ത കാര്യം ഒരിക്കലും ഒരിടത്തും സംഭവിക്കുന്നില്ല. അപ്പോൾ സ്വർണത്തിലും ആഭരണത്തിലും വസ്തു സ്വർണം തന്നെയാണ്. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ പരമാത്മാവിലും ആ പരമാത്മാവിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യമായ പ്രപഞ്ചത്തിലും യഥാർത്ഥ വസ്തു പരമാത്മാവ് തന്നെ. ഇത് വ്യക്തമായിട്ട് ധരിക്കണം. കാര്യകാരണങ്ങളിലെ വസ്തു ഐക്യം വിചാരം ചെയ്തറിഞ്ഞ് കാണപ്പെടുന്ന സകലതിലും ആ പരമാത്മാവിനെ കാണാൻ സാധിക്കണം. അങ്ങനെ മനസ്സിനെ പ്രേരിപ്പിക്കുന്നതാണ് ഭാവാദ്വൈത പരിശീലനം. സർവം ബ്രഹ്മമയം എന്ന് കാണാനായിട്ട് മനസ്സിനെ പ്രേരിപ്പിക്കുക. ഇതാണ് ഭാവാദ്വൈത പരിശീലനം. രണ്ടാമത്തേത് ക്രിയാദ്വൈതമാണ്. ക്രിയാദ്വൈതം എന്താണ്? എവിടെയും പരമാത്മാവിനെ ദർശിച്ച് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആ പരമാത്മാവിൻ്റെ അർച്ചനയെന്ന് കരുതി അവിടെ സമർപ്പിക്കുന്നതാണ് ക്രിയാദ്വൈതം. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. ഈ ലോകത്ത് എന്തൊക്കെയാണോ കാണപ്പെടുന്നത് അതൊക്കെ നാരായണൻ്റെ പ്രതിരൂപം. നാരായണൻ എന്ന് പറഞ്ഞാൽ സാക്ഷാത് പരബ്രഹ്മം. എന്തൊക്കെ കേൾക്കപ്പെടുന്നുവോ അതൊക്കെ നാരായണൻ്റെ നാമകീർത്തനങ്ങൾ. എന്തൊക്കെ ചെയ്യപ്പെടുന്നുവോ അതൊക്കെ നാരായണൻ്റെ പൂജകൾ. എന്തിനേറെ ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നാരായണമയം. സർവം ബ്രഹ്മമയം, സർവം ഈശ്വരമയം, ഈശാവാസ്യമിതം സർവം. മൂന്നാമത്തേത് ദ്രവ്യാദ്വൈതം. സ്വന്തം സ്വാർത്ഥകാമങ്ങൾ പോലെ തന്നെയാണ് മറ്റുള്ളവരുടെയും സ്വാർത്ഥകാമങ്ങളെന്ന് കണ്ട് ലോകവ്യവഹാരത്തിൽ മനസ്സിനെ ആത്മതുല്യത്വം പഠിപ്പിക്കുക. ഇതാണ് ദ്രവ്യാദ്വൈതം. ഈ വിധമുള്ള ത്രിവിധാദ്വൈത പരിശീലനം ചിത്തത്തെ അതിവേഗം ശുദ്ധീകരിച്ച് സർവം ബ്രഹ്മമയം എന്ന അദ്വൈത സാക്ഷാത്കാരത്തിൽ സാധകനെ തീർച്ചയായും കൊണ്ടെത്തിക്കും. ഈ അദ്വൈതാഭ്യാസ വിധമാണ് നാരദർ ധർമ്മപുത്രർക്ക് ഉപദേശിക്കുന്നത്. ഇതേ രീതിയിൽ ബ്രഹ്മാനുസന്ധാനം ചെയ്ത് വിഷയോപശമം നേടണമെന്നാണ് ഇവിടെ 3-ാം ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമികളും പറയുന്നത്. വിഷയോപശമവും ബ്രഹ്മാനുസന്ധാനവും സാധകൻ്റെ ഹൃദയത്തിൽ ജ്ഞാനദീപ്തിയെ വളർത്തും. ജ്ഞാനം സാധകനിൽ സ്വതസിദ്ധമാണ്, അരണിയിൽ അഗ്നി എന്ന പോലെ. തീ ഉണ്ടാക്കാനായി കൂട്ടിയുരയ്ക്കുന്ന തടികഷ്ണങ്ങളാണ് എന്ത്? അരണി. ഈ അരണി കൂട്ടിയുരച്ചാൽ അഗ്നി ഉണ്ടാകും. അരണിയിൽ നേരത്തെ തന്നെ അഗ്നി ഉള്ളതുകൊണ്ടാണ് ഉരസൽ കൊണ്ട് അത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. അരണിയിലുണ്ടായിരുന്ന ഘനമായ ജഡത്വം അഗ്നിയെ മറച്ചിരുന്നുവെന്നേ ഉള്ളൂ. അതുപോലെ സാധകൻ്റെ ഉള്ളിലെ ഘനീഭൂതമായ ജഡത്വം നമ്മുടെ ജ്ഞാനത്തെ മറച്ചിരിക്കുന്നു. മനസ്സിന് ഈ ജഡത്വം എങ്ങനെ വന്നു ചേർന്നു? ഫലേച്ഛയോടുകൂടിയുള്ള കർമാനുഷ്ഠാനം കൊണ്ട് അട്ടിയട്ടിയായി വളരുന്ന വാസനാസഞ്ചയം തന്നെയാണ് ചിത്തത്തെ തമോമയമാക്കി ഘനീഭവിപ്പിക്കുന്നത്. തൽക്കാല ജീവിതത്തിൽ പ്രകടമാകാതെ ചിത്തത്തിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വാസനാസഞ്ചയം തന്നെയാണ് ഭൂതകാല ദുഷ്കൃതം അഥവാ സഞ്ചിതകർമ്മം. സഞ്ചിതകർമ്മം നശിപ്പിക്കപ്പെടാത്തിടത്തോളം കാലം അത് അസംഖ്യം ജന്മങ്ങൾക്ക് കാരണമായി തീരും. വിത്തായിട്ടിരുന്നാൽ ആ വിത്തിന് മുളയ്ക്കാതെ തരമില്ലല്ലോ. സാഹചര്യം വരുമ്പോൾ ആ വിത്ത് മുളയ്ക്കുക തന്നെ ചെയ്യും. ഈ ജന്മത്തിൽ പ്രകടമാകാതെ
വാസനകൾ ഇരുണ്ടുകൂടി ഘനീഭവിച്ചു കിടക്കുന്ന ഒരു തമോമണ്ഡലം മനസ്സിനുണ്ടെന്ന് മനോനിയന്ത്രണം ശീലിച്ചവർക്കൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിൻ്റെ സ്വരൂപവും പ്രവർത്തനവിധവും നേരിട്ട് പരീക്ഷിച്ചുറപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് മനസ്സുണ്ടായിരിക്കുന്നത് വരെ ജനനമരണങ്ങൾ തുടരേണ്ടി വരുമെന്ന് വേദാന്തം ഉദ്ഘോഷിക്കുന്നത്. പരീക്ഷിച്ചുറപ്പിക്കപ്പെട്ട ശാസ്ത്രതത്വങ്ങളെ ആ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ അവിശ്വസിക്കുന്നവർ സ്വയം പതിക്കുമെന്നല്ലാതെ ശാസ്ത്രത്തിനതുകൊണ്ട് ഒന്നും വരാനില്ല. മനസ്സിൻ്റെ തമോമയമായ വാസനാമണ്ഡലം ജന്മങ്ങളെ ഉളവാക്കി ഫലേച്ഛയോടുകൂടിയ കർമ്മങ്ങൾക്ക് ഇടമരുളുകയാണെങ്കിൽ ആ കർമ്മങ്ങൾ ഭാവിയിൽ പിന്നെ ഒരു കർമ്മ പരമ്പരയ്ക്കുള്ള വാസനകളെ തന്നെ വീണ്ടും സൃഷ്ടിച്ചെന്ന് വരാം. ഇതാണ് ഭാവി കർമ്മം അഥവാ ആഗാമി കർമ്മം. ശ്രദ്ധിച്ച്, ഇത് നമ്മൾ മുമ്പും പഠിച്ചതാണ്. 3 തരത്തിലുള്ള കർമ്മങ്ങൾ: സഞ്ചിത കർമ്മം, ആഗാമി കർമ്മം, പ്രാരബ്ധ കർമ്മം. അന്ന് ദൃഷ്ടാന്ത സഹിതം പഠിച്ചതാണ്. സഞ്ചിത കർമ്മം ജന്മങ്ങളെ ഉണ്ടാക്കുന്നു, ജന്മങ്ങൾ ആഗാമി കർമ്മങ്ങൾക്ക് രൂപം നൽകുന്നു. ഈ പ്രക്രിയ അവസാനമില്ലാതെ തുടർന്നു പോകും. അതൊരു ചാക്രികമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതിന് ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ: സർവഥാ കർമ്മവിമുക്തമായ ബ്രഹ്മസത്തയെ ശരണം പ്രാപിക്കുക. വേറൊരു മാർഗവുമില്ല. അരണികൾ കൂട്ടിയുരസുന്നത് പോലെ വിഷയഗ്രാഹിയും സത്യാന്വേഷണ തത്പരവുമായ മനസ്സുകൾ കൂട്ടിയുരസണം. ധ്യാനമനനങ്ങളാണ് ഈ ഉരസൽ പ്രക്രിയ. ഉരസൽ ശക്തിപ്പെടുന്നതോടെ ബ്രഹ്മജ്ഞാനമാകുന്ന അഗ്നി ജ്വലിക്കാൻ തുടങ്ങും. അരണിയിൽ തീയുണ്ടായാൽ തീയുണ്ടാക്കിയ അരണി തന്നെയാണ് ആദ്യം എരിഞ്ഞ് ചാമ്പലാകുന്നത്. അതുപോലെ ബ്രഹ്മജ്ഞാനം ജ്വലിക്കാൻ തുടങ്ങിയാൽ അതിൽ അജ്ഞാനജന്യമായ മനസ്സ് സ്വയം എരിഞ്ഞ് നശിക്കും. ചിത്തമേവ ഹി സംസാരഃ. ചിത്തം തന്നെയാണ് പ്രപഞ്ചം. ചിത്തം സ്വയം എരിഞ്ഞ് നശിക്കും. സഞ്ചിത കർമ്മങ്ങളുടെയും ആഗാമി കർമ്മങ്ങളുടെയും ആവാസ കേന്ദ്രവും ഭാവി ജന്മങ്ങൾക്കെല്ലാം വിത്തുമായിട്ടുള്ള ഈ ചിത്തം അല്ലെങ്കിൽ മനസ്സിൻ്റെ തമോമണ്ഡലം ജ്ഞാനാഗ്നിയിൽ പൂർണ്ണമായും എരിഞ്ഞടങ്ങുന്നു. ജ്ഞാനത്തിനും കർമ്മത്തിനും തമ്മിലുള്ള ബന്ധം അഗ്നിക്കും വിറകിനും തമ്മിലുള്ള ബന്ധമാണ്. വിറക് അഗ്നിയെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് സ്വയം നശിച്ച് തന്നിൽ ഒളിഞ്ഞിരുന്ന അഗ്നിയെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. വിറക് അഗ്നിയെ ഉണ്ടാക്കുന്നില്ല, ആ വിറകിനുള്ളിൽ ഉണ്ടായിരുന്ന ഒളിഞ്ഞിരുന്ന അഗ്നിയെ പ്രകടമാക്കുകയാണ് ചെയ്തത്. അതുപോലെ കർമ്മം സ്വയം നശിച്ച് അതിനാൽ ആവൃതമായിരുന്ന ജ്ഞാനത്തെ ഉദ്ദീപിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കർമ്മം കൊണ്ടുണ്ടാക്കിയെടുക്കേണ്ടതല്ല ജ്ഞാനം. കർമ്മം നശിച്ച് സ്വയം ഉദയം ചെയ്യേണ്ടതാണ് ജ്ഞാനം. ഭൂതം ഭാവിച്ച ദുഷ്കൃതം പ്രദഹതാ സംവിന്മയേ പാവകേ എന്ന് ഈ 3-ാം ശ്ലോകത്തിൽ പ്രഖ്യാപിക്കുന്ന ആചാര്യ ഭഗവത്പാദർ ഇതെല്ലാം ആ വരിയിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ അർജുനനോട് 4-ാം അധ്യായത്തിൽ ഇത് ഉപദേശിക്കുന്നുണ്ട്. യഥൈധാംസി സമിദ്ധോഗ്നിഃ ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നിഃ സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ജ്വലിക്കുന്ന അഗ്നി വിറകിനെ എരിച്ച് ചാമ്പലാക്കുന്നു. അർജുന, അതുപോലെ ജ്ഞാനാഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മീകരിക്കുന്നു. നിത്യാനിത്യ വിവേചനം ചെയ്തു, ധ്യാനമനനാദികളൊക്കെ അനുഷ്ഠിച്ചു, ജ്ഞാനാഗ്നി ഉള്ളിൽ ജ്വലിച്ചുയരുകയും ചെയ്തു. അതോടെ ഭൂതഭാവി കർമ്മങ്ങൾ ഒടുങ്ങുകയും ചെയ്തു. ഇനി എന്താണ് അടുത്ത വഴി? ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ആചാര്യസ്വാമികൾ അവസാനത്തെ വരിയിൽ പ്രഖ്യാപിക്കുന്നത്: പ്രാരബ്ധായ സമർപ്പിതം സ്വബപുരിപ്ത്യേഷാ മനീഷാ മമ. സഞ്ചിതകർമ്മത്തെയും ആഗാമി കർമ്മത്തെയും ഒക്കെ ദഹിപ്പിച്ചുകൊണ്ട് സ്വന്തം ശരീരം പ്രാരബ്ധാനുഭവത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്നു. സഞ്ചിതവും ആഗാമിയും ഒടുങ്ങി നിരന്തരം ബ്രഹ്മാനുസന്ധാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ് ജീവൻ മുക്തൻ അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠൻ അല്ലെങ്കിൽ സിദ്ധപ്രജ്ഞൻ. മാംസമയമായ ശരീരവും പേറി ജീവിച്ചിരിക്കുന്നുവെങ്കിലും എല്ലാ ശരീരബന്ധങ്ങളിൽ നിന്നും മോചനം നേടി ജീവിക്കുന്ന ആളാണ് ജീവൻ മുക്തൻ. എന്നാൽ ജീവൻ മുക്തൻ്റെ ശരീരം പല കർമ്മങ്ങളെയും ചെയ്യുന്നതായി കാണുന്നുണ്ടല്ലോ എന്ന് ചിലർക്ക് സംശയം ഉദിച്ചേക്കാം. ആത്മദർശനം നേടി ആത്മരതിയും ആത്മതൃപ്തനുമായി കഴിയുന്ന ജീവൻ മുക്തൻ ശരീരം കൊണ്ട് നിരന്തരം പ്രവർത്തിച്ചുവെന്ന് വരാം. എന്നാൽ ആ ശരീര ചലനങ്ങളൊന്നും അദ്ദേഹത്തെ അണുമാത്രവും ബാധിക്കുന്നില്ല.
വേദാന്തം കണ്ടെത്തിയിട്ടുള്ള ഗൂഢമായ ഒരു ജീവിത രഹസ്യമാണിത്. നിങ്ങൾ ഓരോരുത്തരും ഇന്നു മുതൽ ആത്മാവിനെ അന്വേഷിക്കാൻ തുടങ്ങൂ. ആ ആത്മസത്തയെ അല്ലെങ്കിൽ ബോധസത്തയെ വേണ്ടവണ്ണം അറിഞ്ഞു തുടങ്ങിയാൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒടുങ്ങാത്ത ആനന്ദവും ശാന്തിയും സ്വതന്ത്രമായി ലഭിക്കും. യാതൊരുവിധ സംശയവുമില്ല. ആത്മാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് നിരന്തരം ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കഴിയും. എന്തെന്തൊക്കെ ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നോ അതൊക്കെ തന്നെ അതേ രീതിയിൽ തുടർന്നുകൊള്ളൂ. ഒന്നിനും ഒരു കുറവും വരുത്തേണ്ട. പക്ഷേ സർവം ബ്രഹ്മമയമെന്നും സർവം ഈശ്വരമയമെന്നും കാണാൻ പഠിക്കൂ. ഒരു പ്രവൃത്തിയും നിങ്ങൾക്ക് ബന്ധകാരണമായി ഭവിക്കുകയില്ല. ഇവിടെയാണ് കർമ്മം യോഗമായി മാറുന്നത്. ഏതെങ്കിലും ചില കർമ്മങ്ങളുടെ അനുഭവത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ ശരീരം തന്നെ രൂപം കൊണ്ടിരിക്കുന്നത്. ആത്മാനുഭവം നേടിക്കഴിഞ്ഞാലും ഏത് പ്രത്യേക കർമാനുഭവത്തിന് വേണ്ടിയാണോ തത്കാല ശരീരം രൂപം കൊണ്ടത്, ആ ശരീരത്തിന് അതനുഭവിച്ച് തീർക്കേണ്ടി തന്നെ വരും. ഇതിനെയാണ് പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. അനുഭവിക്കുവാൻ തുടങ്ങിപ്പോയ കർമ്മമെന്നർത്ഥം. കയ്യിൽ നിന്ന് പോയ കല്ല് അല്ലെങ്കിൽ വില്ലിൽ നിന്ന് പോയ അമ്പ് എന്നതുപോലെ. ഒരു പശുവിനെ പുലിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അമ്പ് വിട്ടെന്നിരിക്കട്ടെ. അമ്പ് വിട്ട് കഴിഞ്ഞ ശേഷമാണ് മനസ്സിലായത് അത് പശുവാണെന്ന്. പക്ഷേ ഫലമില്ലല്ലോ. അമ്പ് ലക്ഷ്യത്തിൽ തറയ്ക്കുക തന്നെ ചെയ്യും. കാരണം വില്ലിൽ നിന്നും അമ്പ് പോയിക്കഴിഞ്ഞു. അതുപോലെ ചില കർമ്മങ്ങൾ അനുഭവിക്കാനായി ഒരു ശരീരം സ്വീകരിച്ചു. അധികം താമസിയാതെ ആത്മാവിനെ അറിഞ്ഞു കർമ്മങ്ങളുടെ നിഷ്പ്രയോജനത വെളിപ്പെടുകയും ചെയ്തു. ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിലൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. എങ്കിലും തുടങ്ങിയ കർമ്മം അനുഭവിച്ച് തീർത്തേ പറ്റൂ. അതുകൊണ്ട് ജീവൻ മുക്തൻ സ്വശരീരത്തെ പ്രാരബ്ധ കർമാനുഭവത്തിനായി വിട്ടുകൊടുക്കുന്നു. ആ ശരീരത്തിന് എന്തൊക്കെ സംഭവിച്ചാലും തനിക്കൊരു നഷ്ടവുമില്ലെന്ന് ആ ജ്ഞാനി വ്യക്തമായി അറിയുന്നു. ശരീരനാശം എങ്ങനെ സംഭവിച്ചാലും തനിക്കൊരു നഷ്ടവുമില്ല. ആരോഗ ദൃഢഗാത്രനായി ശരീരം വെടിഞ്ഞാലും കഠിന രോഗങ്ങൾ ബാധിച്ച് ചീഞ്ഞളിഞ്ഞ് അത് ഉപേക്ഷിക്കപ്പെട്ടാലും വേദന കൊണ്ട് പിടയുമ്പോൾ അത് നഷ്ടമായാലും ജീവൻ മുക്തന് അതിൽ ഒരു അസ്വാസ്ഥ്യവുമില്ല. മഹത്തായ ഒരനുഭവ രഹസ്യമാണിത്. ഇതറിയാതെയാണ് അവതാര പുരുഷന്മാർക്കും രോഗം വരുന്നുണ്ടല്ലോ, അവരും വേദന അനുഭവിക്കുന്നതായി കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ചിലർ ശങ്കിച്ചു പോകുന്നത്. എന്ത് കർമാനുഭവത്തിന് വേണ്ടി തത്കാല ശരീരം തുടങ്ങിയോ അത് അവർ അനുഭവിച്ച് തീർക്കുന്നു, അത്രമാത്രം. രോഗമാണെങ്കിൽ രോഗം, വേദനയാണെങ്കിൽ വേദന. പക്ഷേ ഈ രോഗവും വേദനയുമൊന്നും ആനന്ദ സ്വരൂപമായ ആത്മാവിനെ ഭാവി ബന്ധങ്ങളിൽ അകപ്പെടുത്തി ക്ലേശിപ്പിക്കുകയില്ലെന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ട്. ഒരു ജീവൻ മുക്തൻ്റെ പ്രാരബ്ധ കർമാനുഭവ രഹസ്യം വാസനാമയമായ കർമ്മബന്ധങ്ങളിൽപ്പെട്ടുഴലുന്ന ഒരാൾക്ക് ഗ്രഹിക്കുവാനേ സാധ്യമല്ല. ഈ രണ്ടു കൂട്ടരുടെയും കാര്യം ഭഗവാൻ ഗീതയിൽ തന്നെ 5-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. യുക്തഃ കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്തഃ കാമകാരേണ ഫലേ സക്തോ നിബധ്യത്തെ. ജീവൻ മുക്തൻ ശരീരം കൊണ്ട് ഇടതടവില്ലാതെ പ്രവർത്തിച്ചാലും മനസ്സുകൊണ്ട് കർമ്മഫലം ഉപേക്ഷിച്ച് ആത്മനിഷ്ഠമായ ഒടുങ്ങാത്ത ശാന്തി അനുഭവിക്കുന്നു. ആത്മാന്വേഷണം നടത്താത്ത അജ്ഞാനി മനസ്സുകൊണ്ട് കർമ്മഫലത്തെ മുറുകെ പിടിച്ച് ഒടുങ്ങാത്ത കർമ്മപ്രവാഹത്തിൽ ഒഴുകുകയും ചെയ്യുന്നു. ഇതാണ് ഭഗവാൻ പറയുന്നത്. ആത്മദർശനം കൊണ്ട് മാത്രമേ കർമ്മമുക്തി സാധ്യമാകൂ. ജീവൻ മുക്തൻ്റെ ഈ കർമാനുഭവ രഹസ്യം തനിക്ക് സംശയാതീതമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ആചാര്യസ്വാമികൾ പ്രാരബ്ധായ സമർപ്പിതം സ്വവപുരിപ്ത്യേഷാ മനീഷാ മമ എന്ന വരിയിലൂടെ പ്രഖ്യാപിക്കുന്നത്. ശ്രീ ശങ്കര ഭഗവത്പാദരെ പോലെ ജീവൻ മുക്തനായിരുന്നു കൊണ്ട് ഇത്രയേറെ കർമ്മം ചെയ്ത മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. നമുക്കും ആ ആചാര്യൻ്റെ പാദങ്ങളെ തന്നെ പിന്തുടരാം. നിരന്തരമായ ബ്രഹ്മാനുസന്ധാനം കൊണ്ട് ചിത്തശുദ്ധി നേടണം. ശരീരത്തെ പ്രാരബ്ധ കർമാനുഭവങ്ങൾക്കായി വിട്ടുകൊടുക്കുകയും വേണം. സത്യാനുഭൂതിക്ക് കൊതിക്കുന്ന ജീവിതം പൂർണ്ണ സാക്ഷാത്കാരം വരെ തുടർന്നു പോകേണ്ട ദിനചര്യയാണ് ആചാര്യപാദർ ഇങ്ങനെ 3-ാം ശ്ലോകത്തിലൂടെ വിശദമാക്കിയത്. ഇവിടെ ഒരു സംശയം വരാം. നിരന്തരമായി ബ്രഹ്മാനുസന്ധാനം ചെയ്യണമെന്ന് പറഞ്ഞുവല്ലോ, പക്ഷേ പ്രത്യക്ഷ വിഷയമല്ലാത്ത ഒരു വസ്തുവിനെ എങ്ങനെയാണ് ധ്യാനിക്കുക? വസ്തുസ്വരൂപത്തെക്കുറിച്ച് ഒരറിവുമില്ലാതിരിക്കെ അതിനെ അനുസന്ധാനം ചെയ്യാൻ പറ്റുകയില്ലല്ലോ. എന്നാൽ
സ്വരൂപം എന്തെന്ന് നിശ്ചയമില്ലാത്ത വസ്തുവിനെയും ധ്യാനിക്കാൻ സാധിക്കും എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ അനുസന്ധാനം എങ്ങനെയുള്ളതായിരിക്കും? നിർഗുണവും നിശ്ചലവുമായ വേദാന്ത സത്യത്തെ തിരയാൻ ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിൽ സ്വാഭാവികമായി പൊന്തി വരാവുന്ന ഈ സന്ദേഹങ്ങൾക്ക് വ്യക്തമായ മറുപടിയാണ് മനീഷാ പഞ്ചകത്തിലെ 4-ാം ശ്ലോകം. ഇത് നമുക്ക് അടുത്ത ഭാഗത്തായിട്ട് ശ്രദ്ധിക്കാം. എല്ലാവർക്കും നമസ്കാരം.